ഗുരുവായൂരപ്പൻ കോളേജിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർവ്യൂവിലൊന്നും നിൽക്കില്ല. 3 വർഷമേ ഞാനവിടെ പഠിച്ചുള്ളെങ്കിലും ഒരു 30 വർഷത്തെ അനുഭവങ്ങളുണ്ട് എനിക്കവിടെ. കാരണം ആ കോളേജിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 34 വർഷമായിപ്പോൾ. എനിക്ക് ഏറ്റവും ആ കോളേജിനുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോഴത്തെ വിനോദ് കോരാക്കിയത് ആ കോളേജാണ്. അവിടുത്തെ അധ്യാപകരാണ്. അന്ന കാലത്ത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ കാരണമാണ് ഞാനിന്നിങ്ങനെ ഒരു വിനോദ് കോരായിട്ട്. അന്ന് ഇങ്ങനെ MC ആയിരുന്നു എല്ലാവർക്കും. വിനോദ് കുമാർ MC എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ എന്നെ കോളേജിലെല്ലാവരും MC എന്നാണ് വിളിക്കുക. MC വന്നില്ലേ, MCയോടെ പോയി MC വാ, ഇതായിരുന്നു വിളി. ഇപ്പം അത് മാറി കോവൂരെന്നായി. പക്ഷേ എനിക്കിപ്പോഴും ഗുരുവായൂരപ്പൻ കോളേജ് ചെല്ലുമ്പോൾ ഞാൻ ആ പഴയ MC ആയിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവാറ്. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ, ഞാൻ അഭിനയിച്ച ആദ്യത്തെ സിനിമയുടെ ചിത്രീകരണം നടന്നതും എൻ്റെ കോളേജിലാണ്. അതും ഒരു ക്യാമ്പസ് കഥ. ആ കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് തന്നെ ഞാൻ അഭിനയിക്കണം. അതും വലിയൊരു സംഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നന്മ നിറഞ്ഞ കൂട്ടുകാരെ സമ്പാദിക്കാൻ സാധിച്ചതും അവിടെ നിന്നാണ്. കാരണം ഒരു 34 വർഷത്തുള്ള കോളേജ് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവിത്രമായ സ്നേഹബന്ധമായിരുന്നു. ഇന്നത്തെ കുട്ടികളെക്കുറിച്ചൊക്കെ അവിടുത്തെ അധ്യാപകർ പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നും. അന്നൊക്കെ നമ്മളിപ്പോൾ ഒരു അധ്യാപകൻ വരുമ്പോഴേക്ക് നമ്മൾ എണീറ്റ് നിൽക്കും, അല്ലെങ്കിൽ കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒളിപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു പേടി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല, എണീക്കണ പോലും ഇല്ല. ആ പണ്ട് ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അധ്യാപകർ ഇപ്പോൾ ഒരു 8 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലമായിരുന്നു വിനോദ കോളേജിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുമ്പം നമുക്കുണ്ടാകുന്നൊരു അഭിമാനമുണ്ട്. സത്യമാണ്. 86 മുതൽ 89 കാലഘട്ടങ്ങളിലാണ് ഞാനവിടെ പഠിച്ചത്. ഈ പഠിച്ച 3 വർഷവും കോളേജ് കലോത്സവത്തിൻ്റെ ട്രോഫി ഞങ്ങൾ കൊണ്ടുവരും. ഗുരുവായൂരപ്പൻ കോളേജിനുള്ളതാണ് ആ ട്രോഫി. 3 വർഷം തുടർച്ചയായിട്ട് ഇൻ്റർസോൺ ബിസോൺ കലോത്സവത്തിലെ ട്രോഫി ഞങ്ങൾ കൊണ്ടുവരികയാണ്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഇത്രയും കോളേജുകളായിട്ട് മത്സരിച്ചിട്ടില്ല ഞങ്ങൾ ഈ ട്രോഫി കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് മിമിക്രി മത്സരം, മോണോ ആക്ട് മത്സരം, നാടകം, ഡാൻസ്, സംഗീതം എല്ലാത്തിലും ഞാനുണ്ട്. ഞാനില്ലാത്ത സംഭവമില്ല. ഒപ്പനയിൽ വരെ ഞാൻ കളിക്കും.